ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 96/2021 ഒരു ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. അതിനകത്ത് 10 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വീഡിയോയുടെ അപ്ലോഡ് ചെയ്തിരുന്നു. ബാക്കിയുള്ള റിമൈനിങ് 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു. കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ കാണാതായ പദം കണ്ടെത്തുക. 3, 15 -255 1023. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഡിഫറൻസ് വല്ലാണ്ട് കൂടി പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് വലിയ എന്താ പറയുക ഡിഫറൻസ് കാണിക്കുന്നില്ല, വേറെ എന്തോ ഒരു കണക്ഷൻ ഇതിനകത്തുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ 3 എന്ന് പറയുന്നത് 4 - 1 ആണ്. 4 എന്ന് പറഞ്ഞാൽ 2² - 1. 15 എന്ന് പറയുന്നത് 16 - 1 ആണ്, അതായത് 4² - 1. 255 എന്ന് പറയുന്നത് 256 - 1 ആണ്. 256 എന്ന് പറയുന്നത് 16² - 1. ദെൻ 1023 എന്ന് പറയുന്നത് 1024 - 1 ആണ്. 1024 എന്ന് പറയുന്നത് 32ന്റെ സ്ക്വയർ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 32² - 1. 2ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16ന്റെ സ്ക്വയർ 32ന്റെ സ്ക്വയർ. സോ അപ്പൊ ഇതെന്ത് വരും എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയർ - 1. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64. 64ൽ നിന്ന് പോയാൽ 63. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, തോക്ക്, ബുള്ളറ്റ്, ചിമ്മിനി. തോക്കിൽ നിന്ന് എന്ത് ചെയ്യാം? ബുള്ളറ്റ് ഫയർ ചെയ്യാനായിട്ട് പറ്റും. ചിമ്മിനിയിൽ നിന്ന് വെളിയിൽ വരുന്നത് എന്താണ്? വെള്ളം, വീട്, പുക, വായു. സോ ആൻസർ എന്ന് പറയുന്നത് പുക. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. തന്നിരിക്കുന്നതിലെ ഒറ്റയാനെ കണ്ടെത്തുക. 1116, 288, 576, 964. നമുക്ക് പല രീതികൾ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഈവൻ നമ്പറുകളാണോ, അതേപോലെ ഓഡ് നമ്പർ അതിനകത്തുണ്ടോ, പ്രൈം നമ്പറുകളുണ്ടോ, പെർഫെക്റ്റ് സ്ക്വയറുകളുണ്ടോ, അങ്ങനെയെല്ലാം നോക്കാവുന്നതാണ്. സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. സോ ഇതൊന്നും പ്രൈം നമ്പറുകളല്ലെന്ന് ഉറപ്പാണ്. സോ നമുക്ക് മൾട്ടിപ്പിൾസ് നോക്കിയാൽ 964 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ 6 - 4 10, 10 - 9 19. 19 എന്ന് പറയുന്നത് ഒരു 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് 964 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 7 - 5 12, 12 - 6 18 ആണ് കേട്ടോ. 18 എന്ന് പറഞ്ഞൊരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 576 എന്ന് പറഞ്ഞൊരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 - 8 16, 16 - 18 ആണ് കിട്ടുന്നത്. 18 എന്ന് പറഞ്ഞൊരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 288 ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 6 - 3 9, 9 ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 1116 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ തന്നിരിക്കുന്നതിനകത്ത് 964 3ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ നമുക്ക് 964 ഒരു ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. സോ ബേസിക്കലി പക്ഷേ PSCയുടെ ഫൈനൽ ആൻസർ കീക്കകത്ത് ഇത് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവർക്ക് വേറെ എന്തെങ്കിലും ഒരു സ്കീം ആയിരിക്കും ഉദ്ദേശം. വേറെ ഏതെങ്കിലും നമ്പറിന്റെ മൾട്ടിപ്പിൾ നോക്കിയിട്ട് എല്ലാം കോമൺ മൾട്ടിപ്പിൾ ആണ് നിങ്ങളുടെ റിമൂവ് ചെയ്തതാവും. അതല്ലെങ്കിൽ വേറെ 964 വേറെ 2 നമ്പറുകളും ഏതെങ്കിലും വേറൊരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആവാം, വേറൊരു ഓപ്ഷൻ അല്ലാതെ വരാം. അതുകൊണ്ടാവും എടുത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സോ നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാവുന്നതാണ്. ഒരു പ്രത്യേക കോഡ് പ്രകാരം ടീച്ചർ എന്നത് YJF HMJW എന്ന് എഴുതാം. എങ്കിൽ അതേ കോഡ് പ്രകാരം എഡ്യൂക്കേഷൻ എന്നത് എങ്ങനെ എഴുതാം? ടീച്ചർ TEACHER. ടീച്ചർ എന്നതിനെ YJF HMJW. സോ ടിയിൽ നിന്ന് വൈയിലേക്ക് എന്ന് പറയാൻ TUVWXY. 5ാമത്തെ ലെറ്റർ ആണ് Y എന്ന് പറയുന്നത്. ഇയിൽ നോക്കിയാൽ EFGHIJ 5ാമത്തെ ലെറ്റർ ആണ്. എയിൽ നോക്കിയാൽ BCDEF 5ാമത്തെ ലെറ്റർ ആണ് F എന്ന് പറയുന്നത്. CDEFGH എന്ന് പറയുന്ന 5ാമത്തെ ലെറ്റർ ആണ്. സോ ഓരോ ലെറ്ററിന്റെയും കോഡ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വരുന്ന 5ാമത്തെ ലെറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ. ഇവിടുന്ന് കോപ്പി എടുക്കാനായിട്ട് പറ്റുന്നത് എയുടെ കോഡ് F, സിയുടെ കോഡ് H. ഓൾറെഡി നമുക്ക് ഉള്ളത് നിന്ന് എടുക്കാമല്ലോ. ഇവിടെ ഇയുടെ കോഡ് J. ദെൻ വേറെ ഏതെങ്കിലും നമ്മളിവിടെ ഡി നോക്കിയാൽ ഡി എന്ന് പറഞ്ഞിട്ട് 5ാമത് EFGHI ആയിരിക്കും. ദെൻ യു നോക്കിയാൽ UVWXYZ. സോ Z ആയിരിക്കും കോഡ് എന്ന് പറയുന്നത്. ടിയുടെ കോഡ് എന്ന് പറയുന്നത് Y ആണ്. നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് എടുത്തു. I എടുത്തു കഴിഞ്ഞാൽ JKLMN. സോ N ആയിരിക്കും കോഡ് എന്ന് പറയുന്നത്. ഒയുടെ കോഡ് എന്ന് പറയുന്നത് PQRST. ദെൻ ഒയുടെ കോഡ് T ആണെങ്കിൽ എന്നിന്റെ കോഡ് എന്ന് പറയുന്നത് S ആയിരിക്കും. സോ എന്തുവന്ന് കോഡ് JIZ HFY
NTS, HFI, NTS. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സോ 64ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഹാഷ് എന്നത് ഇൻറ്റു ആണെങ്കിൽ, അറ്റ് ദ റേറ്റ് എന്നത് ഡിവൈഡഡ് ആണെങ്കിൽ, ദെൻ റേസ് ടു എന്ന് പറയുന്നത് പ്ലസ് ആണെങ്കിൽ, ബിലോ ഡൗൺ ലൈക്ക് ഡൗൺ സ്ക്രിപ്റ്റ് ആണ് എന്നത് മൈനസ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിന്റെ വില എന്നത് കണ്ടുപിടിക്കും. കറക്റ്റ് ആയിട്ട് അത് വായിക്കാനായിട്ട് അറിയില്ല. നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഹാഷിന് പകരം ഇൻറ്റു. സോ നമുക്ക് ഇതിനെ മാറ്റി എഴുതുവാണെങ്കിൽ എന്ത് എഴുതാം? 6 × 13. ദെൻ റേസ് അപ്പിന് പകരം പ്ലസ് ആണ്, പ്ലസ് 45. അപ് ദ റേറ്റ് എന്നതിന് പകരം ഡിവൈഡഡ് ബൈ ആണ്, ഡിവൈഡഡ് ബൈ 3. ഡൗൺവേർഡ്സ് എന്നതിന് പകരം മൈനസ് ആണ്, -7. ഹാഷിന് പകരം ഇൻറ്റു ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഇൻറ്റു 12 എന്ന് കിട്ടി. സോ നമുക്ക് 6 × 13 പ്ലസ് 45 ഡിവൈഡ് ബൈ 3 -7 × 12 എന്ന് കിട്ടി. നമുക്കറിയാം ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. നമ്മൾ ഡിവിഷൻ നോക്കിയാൽ 45നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 15 കിട്ടും. പിന്നെയുള്ള മൾട്ടിപ്ലിക്കേഷൻസ് നോക്കാം. 6 × 13, 6 × 13 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 5 × 60, 6 × 3 18, 78. 78 പ്ലസ് 15, ഇവിടെ എന്തുണ്ട്? 12 × 7, 7 70, 7 14, എന്ത് കിട്ടി? 84 മൈനസ് 84. 78 5 83, 83 10 93, 93 84 കുറച്ചാൽ 9 കിട്ടും. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റാം മാധവിന്റെ പുത്രന്റെ സഹോദരനാണ്. റാം മാധവന്റെ, സോ മാധവന്റെ പുത്രൻ സൺ, അതിന്റെ പുത്രന്റെ സഹോദരനാണ്. ഓക്കെ, അത് സഹോദരനാണ്. സോ റാം എന്ന് പറയുന്നത്. സോ ഈ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം 2 മക്കളുണ്ടെന്ന് വേണം നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ മാധവന്റെ മകൻ തന്നെയാണ് ആരായിട്ട് വരുന്ന? റാം വരുന്നത്. സോ എങ്കിൽ റാം മാധവന്റെ ആരാണ്? മാധവനെ സംബന്ധിച്ചിടത്തോളം റാം എന്ന് പറയുന്നത് കൊച്ചുമകൻ അഥവാ ഗ്രാൻഡ് സൺ ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ 7:10 എന്ന് കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയം എത്ര? സോ നമ്മളിപ്പോ നമ്മൾ ക്ലോക്ക് വെച്ചിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ, ഇത് 6 മണി, 7, 8, 9, 10, 11, 12, 1, 2, 3, 4, 5. ഓക്കെ, സോ 7:10 ആണ് ഇപ്പോഴത്തെ സമയം. സോ 7 മണി കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടായിട്ട് 7:10. സോ ടൈം ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ മിറർ ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ നേരെ ടേൺ ഔട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതാണ് നമുക്ക് അറിയേണ്ടത്. സോ ഈ പറയപ്പെടുന്നത് എന്ന് പറയാം, ഫോർ എക്സാമ്പിൾ ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു മിറർ വെച്ചിട്ട് നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? സോ ഇവിടെ നിന്ന് 2 ഡിജിറ്റ് ഇങ്ങോട്ടേക്ക്, ഫോർ എക്സാമ്പിൾ 12 സെന്റർ വെച്ചൊക്കെ 2 മാർക്കിംഗ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മിറർ ഇമേജ് എടുക്കുമ്പോൾ നേരെ പുറകോട്ട് 2 ഇമേജ് പുറകോട്ട് പോകും. സോ നമ്മുടെ സമയം എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ് ഇങ്ങോട്ടേക്ക് വരും. ദെൻ അവർ ഹാൻഡ് ഉണ്ട്. അവർ ഹാൻഡ് ഇവിടെ നോക്കി 6 മണി കഴിഞ്ഞിട്ട് മിഡിലായിട്ട് വരുന്ന 6 ആണ്. അതിനുശേഷം 1 കഴിഞ്ഞിട്ട് ഇടയിലേക്കാണ് വരുന്നത്. സോ ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്താൽ 1 പുറകോട്ട് പോയി, ഇത് എത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ടോ അതായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. സോ നമുക്ക് ഏകദേശം കിട്ടിയത് 4:50 ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്ന സമയം എന്ന് പറയുന്നത്. 4:50 ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്ന സമയം എന്ന് പറയുന്നത്. ക്ലിയറാ? അല്ലെങ്കിൽ യൂഷ്വലി 12 മണിക്കൂറിൽ നിന്ന് ഈ പറയപ്പെടുന്ന 7:10 കുറച്ചാൽ, 12:10 നിന്ന് 7:10 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ ഒന്ന് കടമെടുക്കുകയാണെങ്കിൽ ഇത് 60 സെക്കൻഡ് എന്ന് വരും, 60 മിനിറ്റ് എന്ന് വരും. 60 മിനിറ്റിൽ നിന്ന് 10 പോയാൽ 50 മിനിറ്റ്, പിന്നെ 11 ഉണ്ട്, 11 നിന്ന് 7 പോയാൽ 4:50. സോ 12 നിന്ന് തന്നിരിക്കുന്ന സമയത്തെ കുറച്ചാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 4:50 ആയിരിക്കും. ഒരു ഘടികാരത്തിന്റെ മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്ന കോണിന്റെ അളവ് എത്ര? അതായത് ഒരു മിനിറ്റ് സൂചിയെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ കൊണ്ട് ആ ക്ലോക്ക് മുഴുവൻ ചുറ്റിച്ചേരും. അതായത് 1 മണിക്കൂർ കൊണ്ട്, അതായത് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് കൊണ്ട് അത് 360 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. നമുക്കിവിടെ എത്ര മിനിറ്റ് ആണ്? 35 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 35 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ 360 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 35. 360 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 6 കിട്ടും. സോ 35 ഇൻറ്റു 6,
35 × 3 70, 70 × 3 210. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ക്ലിയർ? ഇനി 2008 ഫെബ്രുവരി 1 ബുധനാഴ്ചയാണെങ്കിൽ 2008 ഫെബ്രുവരി 1 ബുധനാഴ്ചയാണെങ്കിൽ 2008 മാർച്ച് 4 ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് നോക്കാം. 2008 ഫെബ്രുവരി 1. ഈ 2008 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടായിരിക്കും. ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടായിരിക്കും. സോ അങ്ങനെയാണ് എങ്കിൽ 2008 ഫെബ്രുവരി 29 വരെ എത്ര ദിവസം ഉണ്ടാവും? 28 ദിവസം കൂടി ഉണ്ടാവും. കറക്റ്റാ? 28 ദിവസം കൂടി ഉണ്ടാവും. പിന്നെന്താണ്? 2008 മാർച്ച് 4 വരെ. അപ്പൊ ഇവിടെ നിന്ന് മാർച്ച് 4ലേക്ക് 4 ദിവസം കൂടി വരും. സോ മൊത്തം 32 ദിവസം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 32 ഡിവൈഡ് ബൈ 7, 7 4 28, റിമൈൻഡർ 4 കിട്ടും. സോ തന്നിരിക്കുന്ന നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡേ ഏതാണോ അതിനോട് കൂടി 4 മുമ്പോട്ടേക്കാക്കാം. ബുധനാഴ്ച, വ്യാഴം, വെള്ളി, ശനി, ഞായർ. സോ ആ പറയപ്പെടുന്ന 2008 മാർച്ച് 4 എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ച. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പി എന്നത് ക്യൂവിന്റെ തെക്ക് ഭാഗത്താണ്. ക്യൂവിന്റെ സദേൺ പാർട്ടിലാണ് എന്ത് വരുന്നത്? പി വരുന്നത്. ആർ എന്നത് ക്യൂവിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. ആർ എന്നത് ക്യൂവിന്റെ വെസ്റ്റേൺ പാർട്ടിലാണ്. ആർ വരുന്നത്. എങ്കിൽ ആറിന്റെ ഏത് ദിശയിലായിരിക്കും? പിയുടെ ഏത് ദിശയിലാണ് ആർ? പിയെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഡയറക്ഷൻ വരച്ച നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇവിടെയാണ് പി ഉള്ളത് എങ്കിൽ പിയെ സംബന്ധിച്ചിടത്തോളം ആർ ഇവിടെയാണ് ഇരിക്കുന്നത്. ദാറ്റ് മീൻ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞ് പിയെ സംബന്ധിച്ചിടത്തോളം ആർ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. കറക്റ്റാ? പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒച്ച കുറച്ചാമേ. പി എന്നത് ക്യൂവിന്റെ തെക്ക് ഭാഗത്തും ആർ എന്നത് ക്യൂവിന്റെ പടിഞ്ഞാറ് ഭാഗത്തുമാണെങ്കിൽ പി ആറിന്റെ ഏത് ദിശയിലായിരിക്കും? പി എന്നത് ക്യൂവിന്റെ തെക്ക് ഭാഗത്ത്. വന്ന് ക്യൂവിന്റെ സദേൺ ഡയറക്ഷനിലാണ് പി വരിക. ആർ എന്നത് ക്യൂവിന്റെ വടക്ക് ഭാഗത്താണ്, പടിഞ്ഞാറ് ഭാഗത്താണ്. ആർ എന്നത് ക്യൂവിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, ക്യൂവിന്റെ വെസ്റ്റേൺ ഡയറക്ഷൻ. സോ ക്യൂവിന്റെ വെസ്റ്റേൺ ഡയറക്ഷനിലാണ് ആറ് വരുന്നത്. എങ്കിൽ പി ആറിന്റെ ഏത് ദിശയിലായിരിക്കും? ഫോർ എക്സാമ്പിൾ നമ്മൾ 6 വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇത് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എടുത്താൽ പിയെ സംബന്ധിച്ചിടത്തോളം ക്യൂ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഈസ്റ്റേൺ ഡയറക്ഷൻ, താഴോട്ട് വരുമ്പോൾ സദേൺ ഡയറക്ഷൻ, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്ക് ഡയറക്ഷനിലായിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായിരുന്ന റിമൈനിങ് 10 ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെപ്പോൾ അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, please like to this particular video, share with your friends, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.